മലബാർ മേഖലയിലെ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ +2 സീറ്റുകളുടെയും സ്കൂളുകളുടെയും കുറവ് വലിയൊരു പ്രതിസന്ധിയാണെന്ന് സജീവ് ജോസഫ് MLA സഭയിൽ ചൂണ്ടിക്കാട്ടി. നഗരപ്രദേശങ്ങളിൽ മാത്രമായി സ്കൂളുകൾ കേന്ദ്രീകരിക്കുന്നത് മലയോര മേഖലയിലെയും ഉൾഗ്രാമങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് കടുത്ത യാത്രാ ദുരിതമുണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർ, ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ +2 അഡ്മിഷൻ സംബന്ധിച്ച് നിലനിന്നിരുന്ന അപാകതകൾ പരിഹരിച്ച് കുട്ടികൾക്ക് പഠന സാഹചര്യം ഒരുക്കുമെന്ന അങ്ങയുടെ അറിയിപ്പ് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്യാണ് സർ. സർ, ഈ മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണം അതുപോലെ തന്നെ സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ ജില്ലകളിൽ തന്നെ ചില പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്പാരിറ്റിയും വളരെ കൂടുതലാണ് സർ. കൂടുതൽ സ്കൂളുകൾ ടൗൺ പ്രദേശത്തായതുകൊണ്ട് അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മലയോര മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം യാത്രാ ബുദ്ധിമുട്ടാണ് സർ. സർ, ഇക്കാരണത്തിൽ സ്കൂളുകളിലേക്കും മറ്റ് കോഴ്സുകളിലേക്കും കുട്ടികൾ പോകാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മലയോര മേഖലയ്ക്കും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബാച്ചുകൾ കൂടാതെ പുതിയ സ്കൂളുകൾ കൂടി അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? മന്ത്രി സർ, അതാണ് ഇവിടെ വിശദീകരിച്ചത്. ചില പ്രദേശങ്ങളിൽ, ചില ജില്ലകളിൽ ആവശ്യത്തിന് താല്പര്യത്തിന് അനുസൃതമായി കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന തലത്തിൽ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ സീറ്റുകൾ ചില ജില്ലകളിൽ, ചില പ്രദേശങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് താൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് മേഖലയിലുള്ള സീറ്റുകളാണ് മഹാഭൂരിപക്ഷവും ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാനിവിടെ എൻ്റെ മറുപടിയുടെ ആദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകളുടെ അപര്യാപ്തത കൃത്യമായി സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ മലയോര പിന്നോക്ക മേഖലകളിലൊക്കെ അവർക്ക് ആവശ്യത്തിന് സീറ്റ് ഉണ്ടാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ആവശ്യത്തിന് സീറ്റ് ഉണ്ടാകണം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അത് കുറച്ച് ഈ വർഷം തന്നെ അങ്ങനെ എത്താൻ കഴിയില്ല. കുറച്ച് സമയമെടുത്ത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, മുൻപ് കോഴ്സുകൾ അനുവദിച്ച കാലഘട്ടത്തിലെ പഠന സാഹചര്യമോ കാഴ്ചപ്പാടോ അല്ല ഇന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ പഠന താല്പര്യത്തിലുണ്ടായിട്ടുണ്ട്. സർ, ഇത് പരിശോധിക്കുകയും കുട്ടികളുടെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ബാച്ചുകളെ സംബന്ധിച്ചും സബ്ജക്റ്റുകളെ സംബന്ധിച്ചും ഒരു പുനഃക്രമീകരണം ആലോചിക്കുമോ? യെസ് മന്ത്രി. ബാച്ചുകളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സിലബസ് പരിഷ്കരണം നടന്നത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഇപ്പോഴത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. ഇനിയും ആ രംഗത്ത് വല്ല ഭേദഗതികളും ആവശ്യമാണെങ്കിൽ പുതിയ കാലത്തിനനുസൃതമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നതാണ്.